ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം മുക്കത്ത് തുടങ്ങി. മുക്കം ഓർഫനേജ് ഓഡിറ്റോറിയത്തിലെ പുഷ്പൻ നഗറിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. 3 ദിവസങ്ങളിലായി മുക്കത്ത് നടക്കുന്ന ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം മുക്കം ഓർഫനേജ് ഓഡിറ്റോറിയത്തിലെ പുഷ്പൻ നഗറിലാണ് തുടക്കമായത്. രാവിലെ തിരുവമ്പാടിയിലെ മത്തായി ചാക്കോയുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും സംസ്ഥാന ട്രഷറർ SR അരുൺ ബാബു കൊളുത്തിയ ദീപശിഖ റാലി ജാഥ ക്യാപ്റ്റൻ ജില്ലാ വൈസ് പ്രസിഡന്റ് M.M. ജിജേഷ് ഏറ്റുവാങ്ങി സമ്മേളന നഗരിയായ മുക്കത്തെ പുഷ്പൻ നഗറിൽ എത്തിച്ചു. ദീപശിഖ സ്വാഗത സംഘം കൺവീനർ T. വിശ്വനാഥൻ ഏറ്റുവാങ്ങി. ദീപശിഖയിൽ തിരികൊടുക്കുന്നത് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി അഭ്യർത്ഥിക്കുന്നു. തുടർന്ന് ജില്ലാ സെക്രട്ടറി LG ലിജീഷ് ദീപശിഖ തെളിയിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് K. അരുൺ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾക്ക് തുടക്കമായത്. പ്രതിനിധികളും നേതാക്കളും രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. അടുത്തതായി ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് പതിനേഴ് ബ്ലോക്ക് കമ്മിറ്റികളിൽ നിന്നായി 375 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് എം.എൽ.എ. പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ലേബർ കോഡുകൾ യുവജനങ്ങളുടെ തൊഴിൽ സ്വപ്നങ്ങളെ ഇല്ലാതാക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ സമരങ്ങളെ പൊതുവെ പുച്ഛിക്കുന്നവർ പോലും സമരമുഖത്തിറങ്ങുന്ന കാഴ്ചകളാണ് IT മേഖലയിൽ ഉൾപ്പെടെ കാണുന്നതെന്നും തൊഴിൽ രംഗത്തെ ജനദ്രോഹ നയങ്ങളെ മറക്കാൻ മതവർഗീയ ആശയങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാരെന്നും സജീഷ് ചൂണ്ടിക്കാട്ടി. ഹെൽത്തിലെ പ്രശ്നത്തിൽ ഇടപെടാൻ വേണ്ടി ഞാൻ വസീഫൊക്കെ അവിടെ പോയപ്പോൾ ജീവിതത്തിൽ ഇന്നേ വരെ മുദ്രാവാക്യം വിളിക്കാത്തവരാണ്, ഇന്നേ വരെ സമരമെന്ന് കേൾക്കാത്തവരാണ്, അതിനോടെല്ലാം അത്രമാത്രം ആഭിമുഖ്യമില്ലാത്തവരാണ്. ഞങ്ങളുടെ ജീവിതം ഇതാ വഴിയാധാരമാവുന്നു എന്ന് കണ്ടപ്പോൾ അവരെല്ലാം പുറത്തേക്ക് ഇറങ്ങി മുദ്രാവാക്യം വിളിച്ചു. ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നവർ പറയുകയാണ്. ഇത് ഏതെങ്കിലും ഒറ്റപ്പെട്ട ഒരു കമ്പനിയുടെ ചിത്രമല്ല. ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചതോടുകൂടി, ലേബർ കോഡുകൾ വന്നതോടുകൂടി രാജ്യത്തെ തൊഴിലാളികളുടെ മുഴുവൻ ചിത്രം ഇതാണ്. ഡിവൈഎഫ്ഐക്ക് പ്രസക്തിയുണ്ടോ, ഇടതുപക്ഷത്തിന് പ്രസക്തിയുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് നാളെ ഇവരെല്ലാം തെരുവിലിറങ്ങിയാൽ നമുക്ക് കാണാം എത്ര കാലം നരേന്ദ്രമോദിക്ക് ഇങ്ങനെ പോകാൻ കഴിയുമെന്ന്. വിദ്യാർത്ഥികൾ തെരുവിലാണ്. ജില്ലാ പ്രസിഡന്റ് K. അരുൺ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ T. വിശ്വനാഥൻ സ്വാഗതവും സംസ്ഥാന കമ്മിറ്റി അംഗം K. ഷഫീഖ് അനുശോചന പ്രമേയവും സംസ്ഥാന കമ്മിറ്റി അംഗം KM നീനു രക്തസാക്ഷി പ്രതിജ്ഞയും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി LG ലിജീഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് V. വസീഫ്, ട്രഷറർ SR അരുൺ ബാബു, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ M. വിജിൻ MLA, ഗ്രീഷ്മ അജയ് ഘോഷ്, M. ഷാജിർ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PP ഷൈജു, KM സച്ചിൻ ദേവ് എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചൊവ്വാഴ്ച വൈകിട്ട് പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പോടെ 3 ദിവസം നീണ്ടുനിന്ന ജില്ലാ സമ്മേളനത്തിന് സമാപനമാവും. CTV പ്രാദേശിക വാർത്ത, മുക്കം.